ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ കൂടുതലും പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നെഹദയിലായിരുന്ന ടൈമിൽ ലുലുവിൽ പോയിട്ടുണ്ടായിരുന്നു. റൂമിന് അടുത്തുള്ള ലുലു കേട്ടോ. അപ്പോൾ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളങ്ങനെ ഈവനിങ് വാക്കായിട്ട് വെറുതെ പോയതായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ദുബായിൽ നമ്മൾ നാട്ടിനെക്കാട്ടിലും രാത്രി പുറത്തിറങ്ങി നടക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര കംഫർട്ടാട്ടോ, ഭയങ്കര രസമാണ്. അതായത് നമുക്ക് പകൽ ഭയങ്കര ചൂട് ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ടൈമിൽ. അപ്പം രാത്രി എന്ന് പറഞ്ഞാൽ കൂടുതൽ തണുപ്പുമില്ല, കൂടുതൽ ചൂടുമില്ല, നമുക്കൊരു പാകത്തൊരു നല്ലൊരു സുഖമുള്ളൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞാനും ഇക്കയും മോനും കൂടെ അങ്ങനെ നടന്നു പോവുമായിരുന്നു കേട്ടോ ലുലുവിലോട്ട്. മോന് ഭയങ്കര ഡൗട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഈ ഒരു പ്രായത്തിൻ്റെ ഒരു പ്രത്യേകത ആയിരിക്കും. എപ്പോൾ നോക്കിയാലും ഡൗട്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇക്കാനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. എന്താ നമ്മളിന്ന് നടന്നു പോണത്, എന്താ വണ്ടിയിൽ പോകാത്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ റിപ്ലൈ കൊടുത്ത് ഞങ്ങളങ്ങനെ അവിടെ എത്തിയതേ അറിഞ്ഞില്ല. ലുലുവിലോട്ട് പോണതിന് മുന്നേ ഒരു നമ്മൾ റോഡ് ക്രോസ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് പിന്നെ നമ്മൾ ലുലു കാണൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾക്കും പൊതുവേ നമ്മൾ ഈ വണ്ടിയിൽ പോകണക്കാട്ടിലും കൂടുതൽ ഇഷ്ടം നടന്നു പോവുമായിരിക്കും കേട്ടോ. അധികം നമ്മൾ ഈ വണ്ടിയിൽ പോകുന്ന ആളുകളാണെങ്കിൽ ഇടയ്ക്കൊന്ന് അവരെയും കൂട്ടിയിട്ട് നടന്ന് രാത്രിക്കൊന്ന് ഒരു ഈവനിങ് വാക്കിനൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ അവർക്കും റിലാക്സ് ആവും. പിന്നെ അവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും അത്. നമ്മൾ ഫസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുന്നത്. നമ്മൾ പുതിയൊരു വീട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും യൂസ് ആവുന്ന സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പം ഈ ലുലു പുതിയത് വന്നതാണെന്നാണ് പറയണത് നെഹദയിൽ. അപ്പം എവിടെയും കാണാത്ത കുറേ ഐറ്റംസൊക്കെ ഞങ്ങളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രെയിമുകൾ, കാര്യങ്ങൾ, ബെഡിൻ്റെ കംഫർട്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ബെഡ്ഷീറ്റ് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റൊക്കെ നോക്കി 1-2 എടുത്തിട്ടുണ്ടായിരുന്നു. പ്രൈസും തന്നെ നമ്മൾ പാകത്തൊരു പ്രൈസ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് കംഫർട്ടായിട്ടുള്ളൊരു പ്രൈസിന് തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഹൈ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഏരിയയിൽ കൂടെയൊക്കെ ഞങ്ങൾ പോകണമെന്ന് വെച്ചാൽ നാട്ടിലേക്ക് പോകുമ്പോൾ പർച്ചേസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു കേട്ടോ. പിന്നെ പാരൻസ് വരുന്നുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ബെഡ്ഷീറ്റ് അതുപോലെ തന്നെ ബ്ലാങ്കറ്റൊക്കെ നോക്കണം. അതിനൊക്കെ കൂടെ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ബാത്ത് ടവൽ, അതുപോലെ തന്നെ ബാത്റൂം യൂസിനുള്ള ടവൽസ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതൊക്കെ നല്ല അടിപൊളി സെലക്ഷനിൽ തന്നെയാണുള്ളത്. വെറൈറ്റി ആയിട്ടുള്ള മോഡൽസിലുണ്ട്.
പിന്നെ ഈ ഒരു സംഭവങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഇപ്പോൾ ഏത് റിലീജിയസ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും അവരുടെയൊക്കെ സംഭവങ്ങൾ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതൊക്കെ വാങ്ങണം എന്നുള്ളവർക്ക് ഇവിടെ വന്നാൽ അടിപൊളി സെലക്ഷനിൽ തന്നെ വാങ്ങി പോവാം കേട്ടോ. അപ്പം പല കളറിലും ഇവർ ഈ ഒരു കൃഷ്ണൻ്റെയൊക്കെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കാണാൻ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇവിടുത്തെ ഒന്നും ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ഏരിയയൊക്കെ ഞങ്ങളിങ്ങനെ ജസ്റ്റ് നോക്കി പോയിന്ന് മാത്രം. പിന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോൾ കൂടുതലും വാങ്ങാനുള്ള സംഭവങ്ങളൊക്കെ എവിടെയൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നമ്മൾ ആദ്യം നോക്കി വെക്കണമല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഞങ്ങളിങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ഏതൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലോട്ട് പോയി. പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പിറ്റേ ദിവസം ഞങ്ങൾ പാരാമൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലുണ്ട് കേട്ടോ. അവിടെ ഞങ്ങൾ സദ്യ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്നത്. അത് ഏകദേശം നമ്മളെ നെഹദിൽ തന്നെയാണ് വരുന്നത്.